ഹിമാലയത്തിലെ 11,000 അടി ഉയരത്തിൽ സൈനികർക്ക് പോലും നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാലത്ത് ഒരിടത്ത് ഇന്ത്യ അവിശ്വസനീയമായ ഒന്ന് പ്രവർത്തിച്ചു. യുദ്ധക്കളത്തിലേക്ക് ഇന്ത്യ ടാങ്കുകൾ അയച്ചു. പാകിസ്ഥാൻ കടന്നുകയറാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ ഓപ്പറേഷൻ ബൈസണിലൂടെ അതിന് മറുപടി നൽകിയ ഇൻഡോ പാക് പോരാട്ടമാണിത്. 1947-48 കാലഘട്ടത്തിലെ ഇൻഡോ പാക് യുദ്ധത്തിനിടെ പാകിസ്ഥാൻ പിന്തുണയുള്ള ആക്രമണകാരികൾ ഏകദേശം 11,500 അടി ഉയരത്തിലുള്ള സോജില പാസ് പിടിച്ചെടുത്തു. ഈ ഒറ്റ നീക്കം പെട്ടെന്ന് എല്ലാ സാഹചര്യങ്ങളെയും മാറ്റിമറിച്ചു. കാരണം കാശ്മീർ താഴ്വരയെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ഏക കരമാർഗമായിരുന്നു സോജില പാത്ത്. ഈ പാത നഷ്ടമായതോടെ ലഡാക്ക് തന്നെ ശത്രുക്കളുടെ കൈകളിലാകുമെന്ന അപകടാവസ്ഥയിലായി. 77-ാം പാരാഷൂട്ട് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഒരു പ്രത്യാക്രമണത്തിന് ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. കഠിനമായ മഞ്ഞുവീഴ്ച, മഞ്ഞുകാറ്റ്, ഓക്സിജന്റെ കുറവ്, ഇടുങ്ങിയ വഴികൾ, ഉയർന്ന മലനിരകളിൽ നിലയുറപ്പിച്ച ശത്രുസൈന്യം എന്നിവയായിരുന്നു പരാജയത്തിന് കാരണമായ കഠിനമായ സാഹചര്യങ്ങൾ. യുദ്ധം ഒരു വഴിമുട്ടിയ അവസ്ഥയിലെത്തി. ഈ ഘട്ടത്തിലാണ് വെസ്റ്റേൺ കമാൻഡ് GOC in C ആയിരുന്ന ലഫ്റ്റനന്റ് ജനറൽ KM കരിയപ്പ രംഗത്തെത്തുന്നത്. ഈ സ്തംഭനാവസ്ഥ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അത്യുന്നതങ്ങളിൽ ടാങ്കുകൾ ഉപയോഗിക്കുക എന്ന അസാധ്യമെന്ന് തോന്നിയ ഒരാശയം അദ്ദേഹം മുന്നോട്ട് വച്ചു. ഈ പദ്ധതിക്ക് ഓപ്പറേഷൻ ബൈസൺ എന്ന് പേരിട്ടു. ഈ ദൗത്യത്തിനായി 7-ാം കാവൽറിയിലെ M5 സ്റ്റുവർട്ട് ലൈറ്റ് ടാങ്കുകൾ തിരഞ്ഞെടുത്തു. ടാങ്കുകൾ പൂർണ്ണരൂപത്തിൽ കൊണ്ടുപോകുന്നത് അസാധ്യമായതിനാൽ അവയുടെ ഭാഗങ്ങൾ വേർപെടുത്തി ഭാരം കുറയ്ക്കാനും ശത്രുക്കളുടെ കണ്ണുവെട്ടിക്കാനും ടാങ്കുകളുടെ മുകൾ ഭാഗം മാറ്റി അവയെ ബ്രൺ ഗൺ കാരിയറുകൾ ആയി വേഷം കെട്ടിച്ചു. അഖ്നൂരിൽ നിന്നും 445 കിലോമീറ്റർ ദൂരം രാത്രികാലങ്ങളിൽ പാലങ്ങളിലൂടെയും മറ്റും വലിച്ചു കയറ്റിയാണ് ഇവ എത്തിച്ചത്. ഇന്ത്യൻ ആർമിയുടെ എഞ്ചിനീയറിംഗ് യൂണിറ്റായ മദ്രാസ് സാപ്പേഴ്സ് വെട്ടിയുണ്ടാക്കിയ 8 കിലോമീറ്റർ ട്രാക്കിലൂടെ ഇവ നീക്കി സോജിലേക്ക് തൊട്ടടുത്തുള്ള ബാൽട്ടാലിൽ വെച്ച് ഈ ടാങ്കുകൾ വീണ്ടും കൂട്ടിയോജിപ്പിച്ചു. 1948 നവംബർ 1-ന് 11,500 അടി ഉയരത്തിൽ ഇന്ത്യൻ ടാങ്കുകൾ യുദ്ധക്കളത്തിലേക്ക് ഇരച്ചു കയറി. ആ കാലഘട്ടത്തിലെ ലോകചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയ ഉയരത്തിൽ നടന്ന ആദ്യത്തെ ടാങ്ക് വിന്യാസമായിരുന്നു അത്. ടാങ്കുകളിൽ നിന്നുള്ള നേരിട്ടുള്ള ആക്രമണത്തിൽ തങ്ങളുടെ ബങ്കറുകൾ തകരുന്നത് കണ്ട് പാകിസ്ഥാൻ സൈന്യം സ്തംഭിച്ചുപോയി. ഈ ഓപ്പറേഷനിലൂടെ 54 പേരെ വധിക്കാനും 91 പേർക്ക് പരിക്കേൽപ്പിക്കാനും ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു. തുടർന്ന് ഇന്ത്യൻ കാലാൾപ്പട മലനിരകളിൽ തിരച്ചിൽ നടത്തി ശത്രുക്കളെ തുരത്തി. ഉച്ചയോടെ ഗുമ്രി തടം സുരക്ഷിതമാക്കി. ആഴ്ചകൾക്കുള്ളിൽ ദ്രാസിലൂടെ പാക് ആക്രമണകാരികളെ തുരത്തി ലേയിൽ നിന്നുള്ള സൈന്യവുമായി ഇന്ത്യ കൈകോർത്തു. ഇതോടെ ലഡാക്കിന്മേലുള്ള ഇന്ത്യയുടെ അധികാരം പുനഃസ്ഥാപിക്കപ്പെട്ടു. കരിയപ്പയുടെ കരുത്ത് വെറും സൈനിക നേതൃത്വത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിലുമാണെന്ന് ഓപ്പറേഷൻ ബൈസൺ തെളിയിച്ചു. അദ്ദേഹം ഭൂപ്രകൃതി കൃത്യമായി മനസ്സിലാക്കി. ശത്രുവിൻ്റെ ചിന്തകളെ മുൻകൂട്ടി കണ്ടു. സാഹചര്യം ആവശ്യപ്പെട്ടപ്പോൾ യുദ്ധതന്ത്രത്തിൻ്റെ നിയമങ്ങൾ തന്നെ മാറ്റിയെഴുതാൻ ധൈര്യം കാണിച്ചു.